ട്രാൻസ്ജെൻഡേഴ്സ് ആരോഗ്യരംഗത്ത് നിന്ന് നേരിടുന്ന അനീതിയുടെ അളവെത്ര എന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ദീപ്തി പറഞ്ഞു, ദീപ്തിയും ലിംഗമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു വരികയാണ് എന്ന്. സത്യസന്ധമായി പറയൂ, എവിടെ നിന്നാണത് ചെയ്തത്? ആരായിരുന്നു സഹായിക്കാൻ? എവിടെ നിന്ന് പണം കണ്ടെത്തി? കാരണം നമ്മുടെ മുന്നിലുള്ള ജീവിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഭിക്ഷാടനം നടത്തിയത് തിരികെ കൊടുക്കുകയാണ്. ആ പണം, ഭാരിച്ച ചികിത്സാ ചെലവിൻ്റെ പണം നിവർത്തിച്ചു കൊടുക്കുന്നത് ഭിക്ഷാടനത്തിലൂടെ. ദീപ്തി എങ്ങനെയാണ് ഈ കാര്യങ്ങളിലൂടെ കടന്നുപോയത്? സെയിം അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇപ്പോൾ ഒരു 13 വർഷമായിട്ടുണ്ട്. ആ 13 വർഷത്തിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചാൽ വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് അങ്ങനെ പോയിട്ടുള്ള സാഹചര്യമായിരുന്നു. പക്ഷെ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് പെണ്ണാവണം, സർജറി ചെയ്യണം എന്നുള്ളതിൽ എല്ലാം അന്വേഷിച്ച് ഡോക്ടേഴ്സിനൊക്കെ അന്വേഷിച്ചപ്പോൾ ഇത്രയാവും, ലക്ഷങ്ങളാവുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഒരു 3 lakhs ഒക്കെ ആയിട്ടുണ്ട് എല്ലാം ടോട്ടൽ ഞാനിപ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വഴി ക്യാഷാണ്. എനിക്കിപ്പോൾ എനിക്ക് സഹായിക്കാനായിട്ട് എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അങ്ങനെയൊന്നും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. സെയിം ഭിക്ഷാടനം തന്നെയായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ട്രാഫിക്കുകളിൽ കിടന്ന് ഭിക്ഷാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്സ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്സ് വർക്ക് ചെയ്ത് ഭിക്ഷാടനം ചെയ്ത് കാശ് എടുത്ത് വെച്ച് ഞാൻ സർജറി ചെയ്ത് ഞാൻ പെണ്ണായതാണ്. പ്രജിത്തിന് ഇത്തരം ഒരുപാട് വിഷയങ്ങൾ അറിയാമല്ലോ. എങ്ങനെയാണ് ഇവർ ഈ ശസ്ത്രക്രിയ നടത്തുന്നത്? ഇപ്പോൾ കേരളത്തിന് പുറത്തു പോയാൽ ഒരുതരം കാസ്ട്രേഷൻ വരെ നടത്തുന്ന രീതിയുണ്ട്, വളരെ പ്രാകൃതമായ രീതിയിൽ. പ്രജിത്ത് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇവരുടെ ഹിജഡ കൾച്ചറിൽ തന്നെ ഇവർ ചെയ്യുന്ന അതാണ് പ്രാകൃതമായിട്ട്, അല്ലെങ്കിൽ ഇവർ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്നതെന്ന് പറയുന്നത്. ഇവരുടെ ഒരു ചേലയായി പോയതുകൊണ്ട് അതിൻ്റെ കുറേ രീതികളൊക്കെ ഉണ്ട്, ആചാരങ്ങളുണ്ട്. അവിടെ ചെന്നവർ നിൽക്കുന്നതും എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇവരവിടെ ഒരു സാമ്പത്തിക ചൂഷണം, ഭയങ്കരമായ ഒരു സാമ്പത്തിക ചൂഷണത്തിന് വിധേയമാകുകയാണ്. അവിടെ ഇവർക്ക് കിട്ടുന്ന ഒരു മോഹന വാഗ്ദാനം, നിങ്ങളെ പെണ്ണാക്കി തരാം അല്ലെങ്കിൽ ആണാക്കി തരാം, നിങ്ങളുടെ സെക്സ് റീഅസൈൻ ചെയ്ത് തരാം എന്നൊരു വാഗ്ദാനത്തിലാണ് അവരവിടെ എത്തുന്നത്. കേരളത്തിൽ ഒരു വിധത്തിലും അവർക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാകുമ്പോൾ അവർ ബാംഗ്ലൂർ ആവട്ടെ അല്ലെങ്കിൽ തമിഴ്നാടാവോ എത്തപ്പെടുകയാണ്. നിങ്ങൾ വേറൊരു ചാനലിന് വേണ്ടി നടത്തിയ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മനസ്സിലായത്, ഇവർ ഓരോ വർഷം തോറും ഇത്രത്തോളം ലക്ഷം രൂപ ആണ്, ഭീകരമായ തുകയാണ് ഇവരവിടെ കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഡെയിലി കളക്ഷൻ എന്ന രീതിയിലാണ് അവിടെ പോകുന്നത്. ഈ കാശ് കൊടുക്കുന്നു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ നിന്ന് വരാനും പറ്റില്ല. സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു തരത്തിലൊരു ബോണ്ടിങ് ആണ്, ഒരു തരത്തിലുള്ള വാഗ്ദാനം ലംഘിക്കുന്ന തരത്തിലായി ഇപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിഭയങ്കരമായൊരു സാമ്പത്തിക ചൂഷണം ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെന്ന് നമ്മുടെ പാവപ്പെട്ട ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾ അറിയുന്നില്ല എന്നതാണ്. നമ്മുടെ ട്രാൻസ്ജെൻഡർ പോളിസിയിൽ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഇവിടെ സൗജന്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് സെക്സ് റീഅസൈൻമെൻറ്റ് സർജറി നടത്തി കൊടുക്കുന്നു. എന്നാൽ അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ട്രാൻസ്ജെൻഡർ പോളിസിയുടെ ഭാഗമായിട്ടല്ല നടത്തിയത്. അതൊരു പരീക്ഷണം എന്ന നിലയിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫീമെയിൽ ടു മെയിൽ എന്നൊരു കഴിഞ്ഞ മാസങ്ങളിൽ നടന്നത്. പക്ഷേ അതും പുറത്തു വന്നത് കുറേ നാൾക്ക് ശേഷമാണ്. അത് ട്രാൻസ്ജെൻഡർ പോളിസിയുടെ ഭാഗമായിട്ടും അല്ല, അതൊരു പരീക്ഷണം എന്ന നിലയിൽ നടത്തിയതാണ്. പക്ഷേ നമ്മുടെ മറ്റ് സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ, വലിയ മെഡിക്കൽ കോളേജുകളിലോ തന്നെ അത് നടത്താനുള്ള സൗകര്യം ഇപ്പോഴും ആയിട്ടില്ല. ഡോക്ടർമാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനവും ലഭിച്ചിട്ടില്ല. അപ്പം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇത്തരത്തിൽ കാസ്ട്രേഷൻ പോലുള്ള, അതും ശാസ്ത്രീയമായിട്ടാണോ എന്ന് സംശയമാണ്. എത്ര ശുചിത്വപരമായിട്ടാണ്, അനുവാദം ഉണ്ടായി ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വേറൊരു മേഖലയിലേക്ക് പോകേണ്ടി വരുന്നു. ഒന്നുകിൽ ശരീരം വിറ്റ് ജീവിച്ച് ആ പണം തിരികെ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഭിക്ഷാടനത്തിലേക്ക് പോകേണ്ടി വരുന്നു. വേറെ ഓപ്ഷൻ ഇല്ല, ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഒരു ജോലി ചെയ്യാനും ഇവർക്ക് പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. പ്രജിത്ത്, ഒരു കാര്യം കൂടി, ഇപ്പോൾ പ്രജിത്ത് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണല്ലോ. ഇവിടെ ഈ പറയുന്ന ആശുപത്രികളിൽ പോയാൽ ഇവരെ ഏത് സെക്സായിട്ടാണ് എഴുതുക? രസകരമായ കാര്യം, ഇന്നലെ എൻ്റെ ഒരു ട്രാൻസ്ജെൻഡർ സുഹൃത്തുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പോയി. മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവിടെ OP ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു TG ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടി വന്നു എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന്. കാര്യം അവിടെ ഇരിക്കുന്ന ജീവനക്കാർ ഏറ്റവും താഴ്ന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കും, ഇത് അടിക്കാനായിട്ടിരിക്കുന്നത്. അവരോട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്താണ് TG. കൊടുത്തിട്ടും അത് ഉപയോഗമില്ല. കാരണം നമ്മുടെ ഫോമിൽ, കമ്പ്യൂട്ടർ ഫോമിൽ മെയിൽ ഫീമെയിൽ എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ജെൻഡറിന് സുപ്രീം കോടതി വിധിയുടെ ലംഘനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഒന്നും തന്നെ മെയിൽ ഫീമെയിൽ എന്നതിനപ്പുറം ട്രാൻസ്ജെൻഡറിനെ ഉൾക്കൊള്ളാൻ വിധത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമുകൾ പോലും പര്യാപ്തമല്ല. അല്ല, പക്ഷേ ഇപ്പോൾ ഈ ശീതളിനൊക്കെ ID കാർഡ് തന്നെ ഉണ്ടല്ലോ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ. ID കാർഡിൻ്റെ ഒരു വലിയ വിഷയമായിട്ടിരിക്കുകയാണ്. കാര്യം അത് ഒരുപാട് പോരാട്ടങ്ങളിലൂടെ വ്യക്തിപരമായിട്ട് അവർക്ക് എടുത്തത് മാത്രമാണ്. ഇപ്പോൾ സൂര്യയ്ക്കാവട്ടെ ശീതളിനാവട്ടെ 1-2 പേർക്ക് അല്ലെങ്കിൽ ഒരു 10ഓളം പേർക്ക് മാത്രമാണ് ID കാർഡ് ഇഷ്യൂ ചെയ്യാനായിട്ട് ഇവിടെ കഴിഞ്ഞത്. അത് അവർ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി, ഒരുപാട് സമരങ്ങൾ നടത്തിയതിന് ശേഷമാണ്. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർക്ക് വേണ്ടിയിട്ട് ID കാർഡ്, ജെൻഡർ ID കാർഡ് ഇഷ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ പോളിസിയിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ID കാർഡ് കൊടുക്കണം. പലയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ നമ്മുടെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നപ്പോൾ ഇവരെങ്ങനെ നോട്ട് മാറിയെടുക്കും?
പല സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്താണ് ഇവർ നോട്ട് മാറിയത്. ഇവർക്ക് ID കാർഡ് കാണിക്കാനില്ല. ഇവരുടെ വേഷം ചിലപ്പോൾ മെയിലിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ആയിരിക്കും. ഇവർ ചെല്ലുമ്പോൾ പഴയ ID കാർഡായിരിക്കും ഇരിക്കുന്നത്. അത് കൊടുത്ത് ഇവർക്ക് നോട്ട് മാറി എടുക്കാൻ പറ്റില്ല. ഇത് ഐഡൻറ്റിറ്റി പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ ID കാർഡ് കൊടുക്കുമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 31 മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള നടപടികൾ ഏതുവരെ എത്തിയെന്നത് സംശയമാണ്. അത് കഴിഞ്ഞ ദിവസവും ഞാൻ സെക്രട്ടേറിയറ്റിൽ പോയിരുന്നു, ചോദിച്ചിരുന്നു. അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്ന് വാഗ്ദാനം തരുന്നുണ്ട്. നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശരി, ഗീത ടീച്ചർ, ഇവിടെ ഈ സുപ്രീം കോടതി വിധി വന്നത് 2014 15 2014 KS രാധാകൃഷ്ണന്റെ ബെഞ്ചാണോ? അല്ലേ? ഏപ്രിൽ മാസം 2014. ടീച്ചർ, ഇവിടെ ആ വിധി വളരെ ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ തന്നെ പരിശോധനയിലൂടെ സ്വന്തം ലിംഗമേതെന്ന് നിരീക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. അതൊരു വിപ്ലവകരമായ ചരിത്രവിധിയാണ്. എന്ന് മാത്രവുമല്ല, തുല്യത, അവകാശ സംരക്ഷണം, അവസര സമത്വം, ഇത് മൂന്നും ഉറപ്പാക്കപ്പെടണമെന്ന് ആ കോടതി വിധി പറഞ്ഞു. എന്ന് വെച്ചാൽ അവസരങ്ങളിലും വിഭവങ്ങളിലും ആനുകൂല്യങ്ങളിലും തുല്യത നൽകണം. നമ്മുടെ പൊതുവിടങ്ങളിലെല്ലാം ഇവർക്ക് അവകാശമുണ്ട്. നമ്മുടെ പൊതുവിഭവങ്ങളുടെ എല്ലാ അതിൻ്റെ ഭാഗമാകാനുള്ള, അതിൻ്റെ പങ്കർഹിക്കുന്ന വിഭാഗമാണിവരെന്ന് സുപ്രീം കോടതി ഉത്തരവ്. ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ പോളിസിയേ ഉള്ളൂ, ബില്ലാവണം, അതിൻ്റെ അപാകതയുണ്ട്. ശരി, നമുക്കറിയാമല്ലോ, കോടതി തന്നെ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഉത്തരവുണ്ട് എങ്കിൽ പിന്നെ നിയമമില്ലെങ്കിൽ രാജ്യത്തെ നിയമം അത് തന്നെ. ഉത്തരവും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നവരെ രാജ്യത്തെ നിയമങ്ങൾ അത് തന്നെ. ഇപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ സുപ്രീം കോടതി ഒരു കേസ് കൈകാര്യം ചെയ്തപ്പോൾ